നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ പുതുക്കാട് കഴിഞ്ഞ ദിവസം അത്യന്തം നാടകീയമായ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറി. അച്ഛനെ കൊടുവാളുകൊണ്ട് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച ശേഷം വീടിന്റെ മേൽക്കൂരയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവ്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും വട്ടം കറക്കി മണിക്കൂറുകളോളം, ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു. നാട്ടുകാരെയും പോലീസിനെ ഒന്നടങ്കം ഇയാൾ ഭയഭ്രാന്തിയിലാഴ്ത്തി 5 മണിക്കൂറോളമാണ് ഇയാളെ അനുനയിപ്പിക്കാൻ എടുത്തത്. നന്ദിക്കര മുത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ ശിവനെയാണ് മകൻ വിഷ്ണു വെട്ടി പരിക്കേൽപ്പിച്ചത്. 68 വയസ്സുകാരനായിരുന്നു ശിവൻ. മകന് 34 വയസ്സായിട്ടേ ഉള്ളൂ. കഴുത്തിന് മാരകമായി ശിവന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിഷ്ണു വീടിനുള്ളിൽ ആഭിചാര ക്രിയകൾ നടത്തിയതിനുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഇയാൾ കഴിഞ്ഞ 40 ദിവസമായി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. മകളുടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ശിവൻ ലൈഫ് പദ്ധതിയിൽ പുതിയ വീടിന് അപേക്ഷ സമർപ്പിക്കാനുള്ള രേഖകൾ എടുക്കാൻ വീട്ടിലെത്തിയതായിരുന്നു. ഭാര്യ ലതികയും ഒരു ബന്ധുവും ഒപ്പമുണ്ടായിരുന്നു. ഇവരെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ വിഷ്ണു സമ്മതിച്ചില്ല. ഈ ഒരു വിഷയത്തിൽ, അതായത് അവർക്ക് രേഖകൾ എടുക്കണം, അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലേക്ക് അകത്ത് കയറാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതൊരു തർക്കത്തിലേക്ക് നയിക്കപ്പെടുന്നു. തർക്കത്തിനൊടുവിലാണ് വീട്ടിൽ കയറാൻ ശിവന് സാധിച്ചത്. രേഖകൾ തിരഞ്ഞു, പക്ഷെ കിട്ടാതെ വന്നപ്പോൾ അവ കിണറ്റിലിട്ടുവെന്നാണ് വിഷ്ണു മറുപടി പറഞ്ഞത്. ശിവൻ നോക്കിയപ്പോൾ വസ്ത്രങ്ങളും രേഖകളും കിണറ്റിൽ കിടക്കുന്നത് കണ്ടു. ഇതോടെ ഈ വിഷയത്തിലും വലിയ രീതിയിലുള്ള വഴക്കുണ്ടാകുന്നു, വാക്കേറ്റമുണ്ടാകുന്നു. വീട്ടിനുള്ളിൽ കരുതി വെച്ചിരുന്ന കൊടുവാൾ എടുത്ത് ഉടൻ തന്നെ വിഷ്ണു ശിവന്റെ തലയിലും കഴുത്തിലും വെട്ടി. അമ്മയും വെട്ടാൻ ശ്രമിച്ചു. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അമ്മയെ ആക്രമിക്കുന്നതിൽ നിന്ന് തടയിടാൻ സാധിച്ചത്. ബന്ധു പോലീസിനെ വിളിച്ചു. ഉടനെ വിഷ്ണു വീട്ടിനുള്ളിൽ കയറി വാതിൽ പൂട്ടുകയായിരുന്നു. വിളിച്ചിട്ട് തുറക്കുന്നില്ല. ഇതോടെ പോലീസ് വാതിൽ തകർത്ത് അകത്ത് കയറി. കത്തിയുമായി മുകൾ നിലയിലേക്ക് കയറിയ വിഷ്ണു ഭീഷണി മുഴക്കാൻ തുടങ്ങി. ഇതോടെ പോലീസ് ജാഗ്രത പാലിച്ചു. അനുനയ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. മുകൾ നിലയിലെ 4 ജനലുകൾ പൊളിച്ച് പോലീസും നാട്ടുകാരും അകത്ത് കടക്കാൻ ശ്രമിച്ചെങ്കിലും വിഷ്ണു 2 കത്തികൾ ഉയർത്തിപ്പിടിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. പോലീസ് ബലപ്രയോഗത്തിന് തുനിഞ്ഞപ്പോൾ വിഷ്ണു മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി. ഏറെ നേരത്തെ പരിഭ്രാന്തി. ഒടുവിൽ വൈകിട്ട് 5:45ഓടെ വിഷ്ണു താഴേക്കിറങ്ങി. അറസ്റ്റ് ചെയ്ത ശേഷം വിഷ്ണുവിനെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് SHO ആദം ഖാൻ, SI N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും വീട്ടിൽ വിഷ്ണുവിനെ കീഴ്പ്പെടുത്തുക എന്നൊരു ലക്ഷ്യം പോലീസിനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഈ പോലീസുകാർ വീട്ടിനകത്ത് കയറുന്നു. അപ്പോൾ വീടിനകത്ത് കണ്ടതും അതിന് നടക്കുന്ന കാര്യങ്ങളായിരുന്നു. അതായത് ആഭിചാര ക്രിയകളുടെ ശേഷിപ്പുകൾ ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. മുറിക്കുള്ളിൽ കോഴിത്തല, മദ്യം, മുടി കത്തിച്ചതിന്റെ ശേഷിപ്പുകളൊക്കെ കണ്ടെത്തുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ ഒരു ആഭിചാര ക്രിയകളൊക്കെ നടന്ന രീതിയിലായിരുന്നു ആ വീട്. പൂജാകർമ്മങ്ങൾ ചെയ്തതിന്റെ അടയാളങ്ങൾ അടക്കം വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. വിവിധ തരം ആയുധങ്ങൾ ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് നടക്കുന്ന മറ്റൊരു വിവരം. ആഭിചാര ക്രിയകളിലൂടെ തനിക്ക് എപ്പോഴെങ്കിലും അമാനുഷിക ശക്തികൾ കിട്ടുമെന്നായിരുന്നു വിഷ്ണുവിന്റെ വിശ്വാസം എന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പ്രതികരിക്കുന്നത്. ഇത്തരം ക്രിയകൾ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വിഷ്ണു തന്റെ വീട്ടിൽ നിന്നും മാതാപിതാക്കളെ അടിച്ചു പുറത്താക്കിയത്. എന്നിട്ട് ആ ഒറ്റയ്ക്ക് താമസിച്ച് ആഭിചാര ക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അമാനുഷിക ശക്തി തനിക്ക് കിട്ടും എന്ന വിശ്വാസത്തിലായിരുന്നു ഇയാളുടെ ഒറ്റയ്ക്കുള്ള വാസം. കരാട്ടെ അടക്കമുള്ള ആയോധന കലകൾ അഭ്യസിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ കരുതലോടെയാണ് ഇയാളെ അനുനയിപ്പിച്ച് കീഴടക്കിയതെന്നതും ഏറ്റവും ശ്രദ്ധേയം. മണിക്കൂറുകൾ പാടുപെട്ടു, മണിക്കൂറുകൾ നീണ്ടുനിന്ന ആശങ്ക. അതിനൊടുവിലാണ് ഇയാളെ ഒന്ന് അനുനയിപ്പിച്ച് അല്ലെങ്കിൽ കീഴടക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ വിഷ്ണു ആയോധനാഭ്യാസങ്ങൾ ചെയ്യുന്നതിന്റെയും നൃത്തം ചെയ്യുന്നതിന്റെയും അടക്കം വീഡിയോകളടക്കം പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നാടകീയമായ രംഗങ്ങളാണ് ആ വീട്ടിൽ അരങ്ങേറിയത്. എന്തായാലും ആഭിചാര ക്രിയകൾ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തത്. എന്തായാലും തലനാരിഴയ്ക്കാണ് അമ്മ ഇയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പിതാവ് ചികിത്സയിലാണ്. ഇത്തരത്തിൽ വളരെ നാടകീയമായ സംഭവമാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് കഴിഞ്ഞ ദിവസം സ്വന്തം ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവം, ആ വാർത്തയുടെ പുതിയ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. കുറുവിലങ്ങാട് കൊല്ലപ്പെട്ട ജെസ്സിയുടെ ഈ ദുർവിധി ഓർത്ത് വീട്ടുകാർ ഒന്നടങ്കം വളരെ ദുഃഖത്തോടെ ആയിരിക്കുകയാണ്. സ്വന്തം ഭർത്താവിനാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ജെസ്സിയുടെ അവസ്ഥ അത് ആർക്കും വരരുതേ എന്ന് കുടുംബം ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ്. മക്കൾ, അതുപോലെ തന്നെ ജെസ്സിക്ക് മുണ്ട് ഉറ്റവർ, അവരുടെ എല്ലാം വേദന അതൊക്കെ ഈ സാഹചര്യത്തിൽ വർദ്ധിക്കുകയാണ്. അതിക്രൂരമായിട്ടാണ്, പൈശാചികമായിട്ടാണ് സാം ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. 1994 ജെസ്സിയുടെയും സാമിന്റെയും വിവാഹം.
മാത്രമല്ല ഇവരുടെ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു. +1 പഠിക്കുന്ന കാലത്തായിരുന്നു ജെസ്സി ആദ്യമായി സാമിനെ കാണുന്നത്. സാം തന്നെയാണ് ജെസ്സിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയത്. ഇതോടെ ആ ബന്ധം ശക്തമാകുന്നു. പക്ഷേ ജെസ്സിയുടെ വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തിരുന്നു. അന്ന് വീട്ടുകാരുടെ എതിർപ്പ് ജെസ്സി കേട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ വിധി വരില്ലായിരുന്നു എന്നാണ് കുടുംബം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത്, വിങ്ങുന്നത്. തീർച്ചയായിട്ടും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ജെസ്സിയുടെ മരണം അത് ഒന്നും നികത്താനാകില്ല. അന്ന് ആ വീട്ടുകാർ എതിർത്ത ഒരു ബന്ധമായിരുന്നു സാമിൻ്റെയും ജെസ്സിയുടെ വിവാഹം. പക്ഷേ ആ ബന്ധത്തിലേക്ക് ജെസ്സി കാലെടുത്ത് വെച്ചത് അത് ജെസ്സിയുടെ മരണത്തിലേക്കുള്ള ഒരു പോക്കായിരുന്നുവെന്ന് അന്ന് ഒരു മുന്നറിയിപ്പ് പോലും നൽകാൻ ആർക്കും സാധിച്ചില്ല. അത് കഴിഞ്ഞിരുന്നില്ല. അത് ഓരോ വിധി ഓരോരുത്തർക്കും ഓരോന്ന് ആണല്ലോ. ഏതൊരു പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ്. ജെസ്സിയും അത്തരത്തിൽ തന്നെ നല്ലൊരു ജീവിതം സ്വപ്നം കാണുന്നു. പക്ഷേ മറിച്ച് സംഭവിച്ചതെല്ലാം വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. 1994 ബംഗളൂരിലെ വിവേക് നഗറിൽ വെച്ചായിരുന്നു ഇരുവരും മാത്രമായ വിവാഹ ചടങ്ങ്. അതായത് ഇവരുടെ വിവാഹ ചടങ്ങിൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രമാത്രം എതിർപ്പ് ഈ ബന്ധത്തോട് ആ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിൽ പോലും അവർ എന്തുകൊണ്ട് ആ ഒരു വിവാഹത്തിൽ നിന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ എതിർത്തിരുന്നു, എത്രത്തോളം അവർ എതിർത്തിരുന്നു എന്നത് ആ വിവാഹത്തിന് ഇവർ രണ്ടുപേരും മാത്രമേ പങ്കെടുത്തുള്ളൂ, വീട്ടുകാരൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നത് തന്നെ അതിന് ഉദാഹരണമായി മാറുകയാണ്. വളരെ വലിയ എതിർപ്പ് തന്നെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിൽ ഈ ബന്ധത്തിൽ ഉണ്ടായിരുന്നു. താലി കെട്ടിയതല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയോ മറ്റു നടപടികൾ പൂർത്തിയാക്കുകയോ ചെയ്തിരുന്നില്ല. ഈ സമയം മുൻ ബന്ധത്തിൽ സാമിന് ഒരു കുട്ടിയുണ്ടായിരുന്നു. വിവാഹശേഷം ഈ കുട്ടിയെയും ജെസ്സി സ്വന്തം പോലെ വളർത്തി. പിന്നീട് 2 കുട്ടികൾ കൂടി ഇവർക്കുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന വിവരമനുസരിച്ച് സാമിന്റെ ആദ്യ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്താണ് ഇയാൾ ജെസ്സിയുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ജെസ്സിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ജെസ്സിയും ഒരു അബദ്ധം കാണിച്ചു എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. സാമിന് പരസ്ത്രീ ബന്ധമുണ്ടായിരുന്നു. മറ്റു സ്ത്രീകളുമായി സാമിന്റെ ബന്ധം ജെസ്സി അറിഞ്ഞു തുടങ്ങി. ഇതോടെയാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങിയത്. 2005 വരെ കുടുംബം സൗദിയിലെ ജിദ്ദയിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കുന്ന സ്വഭാവം ജെസ്സിക്ക് ഇല്ലാതിരുന്നതിനാൽ ഇത്തരം തർക്കങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. 2005 ജെസ്സി നാട്ടിൽ കണക്കാരിയിലേക്ക് വന്നെങ്കിലും സാം വിദേശത്ത് തന്നെയായിരുന്നു. വിദേശ വനിതകളെ സാം വീട്ടിലെത്തിച്ച് താമസിപ്പിക്കുന്നുണ്ടെന്ന് ജെസ്സി പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നു. സാമിന്റെ കുടുംബവും സുഹൃത്തുക്കളും ജെസ്സിയുടെ കുടുംബവും നൽകിയ പിന്തുണയിലാണ് മക്കളുടെ വിദ്യാഭ്യാസവും ജീവിത ചെലവുകളും കഴിഞ്ഞു പോന്നിരുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ജെസ്സി കാണക്കാരിയിൽ 20 സെന്റ് സ്ഥലവും വീടും 2005 വാങ്ങുന്നത്. ഈ വീട് പുതുക്കി പണിയാൻ പിന്നീട് 1 കോടിയിലേറെ രൂപ ചെലവായി. തനിക്ക് ജോലിയുള്ളതിനാൽ വായ്പ കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സാം ഈ സ്ഥലം സ്വന്തം പേരിൽ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തു. അത്രത്തോളം ചതി ജെസ്സിയോട് ഇയാൾ ചെയ്തു എന്നതാണ്. മാത്രമല്ല ഇവർക്കിടയിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്. 2 നില വീടാണ്. 2 നിലകളിലായിട്ടാണ് ഇരുവരും താമസിച്ചിരുന്നത്. വേർപിരിഞ്ഞുള്ള ജീവിതമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതിനിടയിലാണ് അതിക്രൂരമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്.